പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓരോ വചനധ്യാനത്തിലൂടെയും അവിടുന്ന് ഞങ്ങളെ ഓരോ വ്യത്യസ്തമായ വഴികളിലൂടെ നയിക്കുന്നതിനും അങ്ങ് നയിക്കുന്ന വഴികളിലൂടെ ഞങ്ങൾ മുന്നേറുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നിരവധിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില ശീലങ്ങൾ അങ്ങ് ഞങ്ങൾ ഈ തിരുവചന ധ്യാനത്തിലൂടെ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമീൻ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 23-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ച് കളയുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കി തീർക്കുന്നു. അന്ധരായ മാർഗനിർദ്ദേശികളെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ പറയുന്നു, ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, ദേവാലയത്തിലെ സ്വർണത്തെക്കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരും മൂഢരുമായവരെ, ഏതാണ് വലുത്? സ്വർണമാണോ, സ്വർണത്തെ പവിത്രമാക്കുന്ന ദേവാലയമോ? മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മിശിഹ ചില സന്ദർഭങ്ങളിൽ വളരെ കാർക്കശ്യത്തോടുകൂടെ പെരുമാറുന്നത് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ കർത്താവ് മിശിഹ കാർക്കശ്യത്തോടുകൂടെ ഇടപെടുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഈ തിരുവചന ഭാഗം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളിൽ കുറേ അധികം പേര് കപടനാട്യക്കാരെന്നും നിങ്ങൾക്ക് ദുരിതമെന്നും ഒക്കെ ഈശോ ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആരെയാണ് ഈശോ ഇങ്ങനെ കളിയാക്കുന്നതും ദുരിതമാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുകയും എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താവുന്നത് മറ്റുള്ളവരെ അനാവശ്യമായിട്ട് വിധിക്കുന്നവരെയാണ് കർത്താവ് കളിയാക്കുന്നതും പരിഹസിക്കുന്നതും അവർക്കെതിരെ കർത്താവ് തിരിയുകയും ചെയ്യുന്നത്. ഈശോ ശിഷ്യന്മാരോടും ഈശോയുടെ സ്നേഹിതരോടും ഈശോ എപ്പോഴൊക്കെ സംസാരിക്കുന്നു അവരോടൊക്കെ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? വിധിക്കരുത്, വിധിച്ചാൽ നിങ്ങളും വിധിക്കപ്പെടും എന്ന് പറയുന്ന ഒരു കമൻ്റാണ് ഈശോ ചെയ്യുന്നത്. ചിലപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് തോന്നാറുണ്ട്, 10 കൽപ്പന പോലെ ചേർത്ത് വെക്കുന്ന ഈശോ ചേർത്ത് വെക്കുന്ന മോശയുടെ 10 കൽപ്പനകളോടൊപ്പം ചേർത്ത് വെക്കുന്ന ഈശോയുടെ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മറ്റുള്ളവരെ വിധിക്കരുത് എന്ന കൽപ്പനയാണ് എന്ന് തോന്നാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു തിരുവചന ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് നമ്മളോട് ചോദിക്കാനുള്ളത്, നമ്മളിൽ ഈ ഒരു ദുശീലം ഉണ്ടോ? ദൈവം നമ്മളെ പരിഹസിക്കുമോ? ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുമോ? നമ്മളോട് നോക്കി ദൈവം പറയുമോ നിനക്ക് ദുരിതമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് ഈ സമയത്ത് ഗൗരവപൂർവ്വം ധ്യാനിക്കാം. തിരുവചനത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് വിധിക്കുന്ന മനുഷ്യരായിട്ട് ഈ പറയുന്ന കപടനാട്യക്കാരും ഫരിസേയരും മാറിയിട്ടുണ്ട്. ഈ ഫരിസേയരെക്കുറിച്ചും നിയമജ്ഞരെക്കുറിച്ചും ഈശോ ഇങ്ങനെ പറയാൻ കാരണം അവർ പോകുന്നവരെയും വരുന്നവരെയും മുഴുവൻ സാഹചര്യങ്ങളുള്ളവരെയും വിധിച്ചു എന്നുള്ളതുകൊണ്ടാണ്. പീലോത്തോസിന് പറ്റിയ പരിക്കെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ അനാവശ്യമായിട്ടുള്ള രീതിയിൽ ഈശോക്കെതിരെ വിധി പ്രസ്താവിച്ചു എന്ന കാരണം കൊണ്ടാണ്. അങ്ങനെ അനാവശ്യമായ ഒരു വിധി പ്രസ്താവന നടന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഒരു കുരിശുമരണമോ അതല്ലെങ്കിൽ ഈ പീലാത്തോസിൻ്റെ ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു തിരുവചന ധ്യാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്തയായിട്ട് എടുക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ വിമർശിക്കാനോ മറ്റുള്ളവരെ നമുക്ക് കുറ്റം പറയാനോ മറ്റുള്ളവരെ വിധിക്കാനോ നമുക്ക് അവകാശമില്ല എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, സിമ്പിളായിട്ട് ചോദിക്കാനുള്ളത്, ഞാൻ ആരെങ്കിലുമൊക്കെ വിധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ? ഏതെങ്കിലുമൊക്കെ കാര്യത്തിൻ്റെ പേരിൽ പലരുടെയും ജീവിതത്തിലേക്ക് വിധി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തൊരു ചെറിയൊരു കത്ത് എഴുതിയിട്ട് കുറിപ്പ് എഴുതിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുക, മനുഷ്യരുടെ പ്രത്യേകത എന്നുള്ളത് അവൻ കണ്ണ് തുറക്കുന്നത് ഇനി ആരെ വിധിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഒരാളെ വിധിച്ചു കഴിയുമ്പോൾ നിന്നിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഒന്ന് ഓർത്താൽ നല്ലതാ.
നിന്റെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ വിധി പ്രസ്താവനകളും എന്നാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിധി പ്രസ്താവനകളൊക്കെ നമുക്കൊന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് തിരുവചനം നൽകുന്നത്. ഈശോ കൂടെ നിൽക്കുന്നവരോടും നമ്മളോടൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്: നീ ആരെയും വിധിക്കരുത് എന്നുള്ളതാണ്. വിധിച്ചാൽ എന്തൊക്കെയാ സംഭവിക്കുക എന്ന് മാത്രം ഒന്ന് പെട്ടെന്ന് ഓർക്കാം. നീ വിധിക്കുന്നതോടുകൂടെ ആ വിധി കേൾക്കുന്നവൻ്റെ ജീവിതമാണ് നശിച്ചു പോകുന്നത് എന്ന് ആദ്യം ഒന്ന് ഓർത്തിരുന്നാൽ നല്ലത്. ഒരാൾ നീ അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ ആവശ്യത്തിന് വിധിച്ചാൽ പോലും അവൻ്റെ ജീവിതമാണ് തകർത്ത് കളയുന്നത് എന്ന് ആദ്യം ഒന്നൊരു ബോധ്യത്തിലേക്ക് വരാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈശോ ഇത്രയും ഗൗരവമായിട്ട് പറയണത് നീ ആരെയും വിധിക്കരുത് എന്ന്. വിധിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതമാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഞാൻ ആരെങ്കിലും വിധിച്ചിട്ടുണ്ടോ? വിധിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യം ഞാൻ അവൻ്റെ ജീവിതത്തെയാണ് നശിപ്പിക്കുന്നത്. അങ്ങനെ അനാവശ്യമായ വിധിയുടെ പേരിൽ, വിധിച്ചതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അത് സഭയിലാവട്ടെ അല്ലെങ്കിൽ ചരിത്രത്തിലാവട്ടെ, അങ്ങനെ രണ്ടു പേരെ ഒന്ന് പെട്ടെന്ന് എടുക്കാൻ ആഗ്രഹിക്കുക. അതിൽ ഒന്നാമത്തെ ആള് നമുക്ക് എല്ലാവർക്കും പരിചിതനായ ഗലീലിയോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. ഈ ശാസ്ത്രജ്ഞൻ അതീവ ബുദ്ധിമാനായ ഒരു ശാസ്ത്രജ്ഞനാണ്. പണ്ടത്തെ കുറേ അധികം നിഗമനങ്ങളിൽ നിന്ന് കോപ്പർനിക്കസിൻ്റെയൊക്കെ തിയറികൾക്കൊക്കെ ഒരു പുതിയ മാനം കൊടുത്തിട്ട് ഭൂമിയല്ല തിരിയുന്നത്, അല്ലെങ്കിൽ ഭൂമിയാണ് തിരിയുന്നത്, മറ്റ് ഗ്രഹങ്ങളൊക്കെ നിൽക്കുക എന്നൊക്കെ പറയുന്ന ഏറ്റവും സട്ടിലായിട്ടുള്ള നിരീക്ഷണങ്ങൾ കൊണ്ടുവന്ന മനുഷ്യനാണ് ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന കഥാപാത്രം. എന്നിട്ട് എന്ത് ചെയ്യുക? കുറേ പേര് കൂടിയിട്ട് അനാവശ്യമായിട്ട് ഇയാൾക്കെതിരെ വിധി പ്രസ്താവനകൾ നടത്തുക. ഇയാൾക്ക് കൊണ്ടുവന്ന ഇയാളുടെ കഴിവും ഇയാളുടെ സമയവും ഇയാളുടെ പ്രാഗൽഭ്യമൊക്കെ ചില സഭയിലുള്ളതെന്ന് പറയുന്ന പോലെയുള്ള ചില മനുഷ്യരുടെ വിധി പ്രസ്താവനകളോടുകൂടെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് സംഭവിക്കണത് എന്താ? ചരിത്രത്തിൽ നിന്ന് ഗലീലിയോ കൊണ്ടുവന്ന ഈ ഒരു കാര്യം അത് കറക്റ്റായ കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ കൃത്യമായതായിരുന്നു എന്നീട് പിന്നീട് തെളിയിക്കപ്പെട്ടു. അപ്പോഴേക്കും ഒരുപാട് വൈകി എന്ന് പറഞ്ഞിട്ട് ചരിത്രം ഇയാളുടെ മുൻപിൽ, സഭ ഇയാളുടെ മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, മാപ്പ് പറയേണ്ട രീതിയിലേക്ക് കടന്നു പോവാം. പിന്നെ എന്തൊക്കെ മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? കൊടുക്കേണ്ട സമയത്ത് ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കാതെ അയാളെ ഈ ഒരു മേഖലയിൽ നിന്നൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് അയാൾക്കെതിരെ ഇങ്ങനെ അനാവശ്യമായിട്ട് വിധി പ്രസ്താവിക്കുകയും അയാളുടെ പുസ്തകങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഭൂമിങ് അവസ്ഥ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഇങ്ങനെ ടാർജറ്റ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നശിപ്പിച്ചില്ലേ ഒരാളുടെ ജീവിതം? ചരിത്രത്തിൽ ഇപ്പോഴും ഒരു കറുത്ത അധ്യായത്തിൽ കിടക്കുന്ന ഒരു കഥാപാത്രമാണ് ഗലീലിയോ. കഴിഞ്ഞ ദിവസം ഞാൻ അയാളുടെ ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴൊക്കെ സങ്കടം തോന്നും. അത്രയും അധികം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടും കുറച്ച് പേര്, അധികം പേരൊന്നുമില്ല, കുറച്ചു പേരുടെ വിധി പ്രസ്താവനകളോടുകൂടെ തകർത്ത് കളഞ്ഞു അയാളുടെ ഭാസുരമായ ഭാവി. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഒരു തീരുമാനം എടുക്കാം. നമുക്കറിയില്ലല്ലോ, കുറേ അധികം നമ്മുടെ വിധി പ്രസ്താവനകളൊന്നും ശരിയല്ല. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കഥയൊക്കെ തന്നെയാണ് അത്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ബോബിച്ചിൻ്റെ പുസ്തകത്തിലൊക്കെ കേട്ടിട്ടുള്ളതാ. ഒരു അന്ധനിങ്ങനെ ഒരു തോട്ടത്തിൽ വന്നിട്ട് എല്ലാം നശിപ്പിക്കുക കണ്ണടയൊക്കെ വെച്ചിട്ട്. അപ്പം അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കത് മനസ്സിലായിട്ടില്ല. ഈ ചെടികൾ മുഴുവൻ വെട്ടിക്കളയുന്ന, അല്ലെങ്കിൽ ഇയാളുടെ കയ്യിലുള്ള വടി കൊണ്ടൊക്കെ ഇങ്ങനെ തട്ടിക്കളയണത് കാണുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് അവിടെ പുറത്തിരിക്കുന്ന അയാൾ പോയിട്ട് ഇയാളുടെ ചെകിടത്തടിച്ച് കണ്ണട തെറിച്ചു പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾ അന്ധനായിരുന്നു എന്നുള്ളത്. ഒരു വിധി പ്രസ്താവന നടത്തിയതാ. എന്തിനാ എൻ്റെ തോട്ടത്തിൽ ഇത് മുഴുവൻ നശിപ്പിക്കണേന്നൊക്കെ പറയുന്ന രീതിയിൽ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ നന്ദി എന്ന് പറയുന്ന രീതിയിൽ ഇയാൾ ചെയ്താണ് അയാളുടെ ചെകിടത്തടിക്കുന്നത്. ചെകിടത്തടിച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അറിയണത് കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്, അന്ധനായിരുന്നു, ഞാൻ അയാൾക്കെതിരെ വിധി പ്രസ്താവിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പിന്നീടാണ് തിരിച്ചറിയണത്. അപ്പോഴേക്കൊക്കെ ഒരുപാടൊക്കെ വൈകിയില്ലേ. ഇപ്പം ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് സ്നേഹമുള്ളവരെ. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ആവില്ല പലതും. നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ നമുക്കത് ചേർക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബുദ്ധൻ ഇങ്ങനെ അങ്കുലിയൻ എന്ന് പറയുന്ന ഒരാളെയൊക്കെ ബോധോദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്. പിന്നെ പെട്ടെന്ന് പറയും, നീ ഒരു കാര്യം ചെയ്തേ, ആ മരം വെട്ടാൻ പറ്റുമോ? അങ്കുലിമാൻ പറഞ്ഞു, അതിനെന്താ, സിമ്പിളല്ലേ. ബുദ്ധൻ പറയണ കേട്ടിട്ട് അയാൾ പോയിട്ട് അതിങ്ങനെ മുറിച്ച് കളയും. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ് ആയിട്ട് ബുദ്ധൻ പറയും, ഇനി ആ വെട്ടിക്കളഞ്ഞതൊന്ന് കൂട്ടിച്ചേർത്തേ. അപ്പോൾ അങ്കുലിമാൻ ചോദിക്കുന്നുണ്ട്, കൂട്ടിച്ചേർക്ക് അതെങ്ങനെയാ? അപ്പോൾ ബുദ്ധൻ ഇങ്ങനെ ചിരിച്ചിട്ട് പറയേ, പിന്നെ എന്തിനാ വെറുതെ ആ മരത്തിനോട്
അനാവശ്യ വിധി നീ കാണിച്ചത്? അനാവശ്യ വിധി എന്തിനാ ചെയ്തേ? ഞാൻ പറഞ്ഞു കേൾക്കുമ്പോഴേക്കും നീ മുറിച്ച് കളഞ്ഞെങ്കിൽ അതുപോലെ നിനക്കത് വീണ്ടും അതുപോലെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമായിരുന്നില്ലേ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നേ? അയാൾക്കതൊരു ബോധോദയം എന്ന് പറയണേ. അപ്പോൾ നമുക്കൊക്കെ വേണ്ട ഒരു കാര്യം അങ്ങനെയാണ്. നമുക്കൊരു ബോധോദയത്തിലേക്ക് വരണം. ശരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ കാടടിച്ച് വെടിവെച്ചുകൊണ്ടിരിക്കുകയല്ലേ ഓരോ മേഖലയിലുള്ളവർക്ക് കുറിച്ചും ഇങ്ങനെ ഇതിങ്ങനെയാവുള്ളൂ ഇതിങ്ങനെയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു ഡിറ്റർമിനിസ്റ്റ് ഫിലോസഫി ഇവിടെ വല്ലാണ്ട് രൂപപ്പെടുത്തുന്നുണ്ട്. ഡിറ്റർമിനിസം, ഇതൊക്കെ ഫേറ്റലിസം എന്നൊക്കെ പറയണ പോലെയൊക്കെയുള്ള ഈ ഒരു തീരുമാനങ്ങളിലേക്ക് ഇത് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പലരെയൊക്കെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ വിധിക്കുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം ഒരാളുടെ ജീവിതത്തെ നശിപ്പിക്കുക. ഒരു കഥാപാത്രത്തെയും കൂടി ഓർപ്പിക്കുക. 20-ാം നൂറ്റാണ്ടിലാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളുടെ പേര്, 14 വയസ്സുകാരൻ്റെ പേരാണ് ജോർജ് സ്റ്റെന്നി എന്നുള്ളത്. ഇവനെതിരെയുള്ള കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും കൂടിയിട്ട് വിധി പറഞ്ഞത് ഇങ്ങനെയാണ്: 11 വയസ്സും 7 വയസ്സുള്ള 2 കുട്ടികളെ കൊന്നത് സ്റ്റെനിയാണെന്ന് ഇങ്ങനെ പറയാം. ഇപ്പം ഈ ജോർജ് സ്റ്റെനീനെ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വിധിക്കണ സമയത്ത്, അവരുടെ ഭരണകൂടം പോലും വിധിക്കണ സമയത്ത്, ഈ പാവം 14 വയസ്സുകാരൻ ബൈബിൾ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ അനാവശ്യമായിട്ട് എന്നെ വിധിക്കല്ലേ, ഞാനല്ല ഈ കുഞ്ഞുങ്ങളെ കൊന്നേ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാം, ഈ ബൈബിളാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞുമിടുക്കൻ്റെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ്, ഇത് ബൈബിളാണ്, ഞാനല്ല ചെയ്തത്, നിങ്ങൾ അനാവശ്യമായിട്ട് എന്നെ വിധിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. പക്ഷെ അവർ വിധി പ്രസ്താവന നിർത്തിയില്ല. വിധി ഇവനെതിരെ തിരിഞ്ഞ് ഇവനെ കൊല്ലാനുള്ള തീരുമാനം എടുക്കുക. 1944 ജൂൺ 16-ാം തീയതി 538 വാട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ തലയിൽ അതിങ്ങനെ വെച്ച് അത്രയും വൈദ്യുതി കടത്തിവിട്ട് അവനെ കൊന്നുകളഞ്ഞു. കുറേ പേരുടെ വിധി പ്രസ്താവനകൾ, ഇവനാണ് 2 കുട്ടികളെ കൊന്നേന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യ തെളിവുകളൊക്കെ മുന്നിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കൊന്നുകളഞ്ഞു അവനെ. വിധിയൊക്കെ കഴിഞ്ഞു. വിധി കഴിഞ്ഞ് ആ പാവം മരിച്ചിട്ട് 70 വർഷം കഴിയുമ്പോഴാണ് ഒരാൾ ഇതിനെ കുറിച്ച് പഠിച്ച് തെളിവുകളൊക്കെ നിരത്തി കഴിയുമ്പോൾ മനസ്സിലായി, ഈ പാവം സ്റ്റെനി എന്ന് പറയുന്ന 14 വയസ്സുകാരനെ കൊന്നത് ചിലരുടെ കുതന്ത്രം കൊണ്ടാണ്. ഇവനെതിരെ വിധി പ്രസ്താവിച്ചവരുടെ വിധി തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് 70 വർഷം കഴിഞ്ഞ് ഈ ന്യായാധിപൻ ഇങ്ങനെ വേറെ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ ഈ വിധി പ്രസ്താവിച്ചവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ജോർജ് സ്റ്റെനിയുടെ ജീവിതം തിരിച്ചു കൊടുക്കാൻ പറ്റിയ? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ചരിത്രത്തിൻ്റെ മുമ്പിൽ ഈ വിധി പ്രസ്താവിച്ചവർ മുഴുവൻ ഇങ്ങനെ തലകുമ്പിട്ട് നിൽക്കുക. അപ്പം ഇത് സത്യമല്ലേ? നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കാണണില്ലേ? നമ്മൾ ഒരു കഥാപാത്രം ഇങ്ങനെ, ഞങ്ങൾ അച്ഛന്മാരുടെയൊക്കെ ഒരു വലിയൊരു ഉള്ളിൽ ഓർമ്മയുള്ള ഒരു അച്ഛൻ എന്ന് പറയുന്നത് ബെനഡിക്റ്റ് ഓണംകുളം അച്ഛനാണ്. അച്ഛനെ കുറിച്ചൊക്കെ ഇങ്ങനെ കുറച്ച് കേൾക്കുമ്പോഴൊക്കെയാണ് നമുക്കതിൻ്റെ ഒരു വ്യാകുലങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ചെയ്യാത്തൊരു തെറ്റിന് മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കൊന്നത് അച്ഛനാന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിധി പ്രസ്താവിച്ചില്ലേ? ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ, ഞങ്ങളെക്കാൾ പ്രായമുള്ള അച്ഛന്മാരൊക്കെ പറയാറുണ്ട്, അങ്ങനെ ഒരു വിധി പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ ഞങ്ങൾ സാധാരണ അച്ഛന്മാർക്ക് പോലും ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ബസ്സിൽ കയറുമ്പോഴൊക്കെ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ദേ ഇവരൊക്കെ ഇത്തരക്കാരാ, സാധാരണ സ്ത്രീകളെ കൊല്ലുന്നവരാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്മാർക്കെതിരെ പറയണമെന്ന് പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നതാണ്. ബെനഡിക്റ്റ് ഓണംകുളം എന്ന് പറയുന്ന അച്ഛനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അച്ഛനാണ് പെണ്ണിനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് വിധിയിറക്കി കൊണ്ടുപോയി ജയിലിലിട്ടു. എല്ലാവരും അച്ഛനെതിരെ തിരിഞ്ഞു, സഭയ്ക്കെതിരെ തിരിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിയണേ ഇവരുടെ വിധി പ്രസ്താവനകൾ തെറ്റായിരുന്നു. വിധി പ്രസ്താവനകൾ തെറ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു അച്ഛനല്ല, അച്ഛൻ നിരപരാധിയാണ്, വേറെ ആളാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം പോയില്ലേ സ്നേഹമുള്ളവരെ? അച്ഛൻ്റെ കണ്ണീരിനും അച്ഛൻ അനുഭവിച്ച ആ ഫ്രസ്ട്രേഷനും അത്ര നാളുള്ള ആ ഒരു കാര്യത്തിന് ഒന്ന് ടാലി ചെയ്യാൻ പറ്റണ വേറെ എന്തെങ്കിലും കാര്യം അയാൾക്ക് കിട്ടുമോ? അച്ഛൻ മരിക്കാറായ സമയത്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ വരുന്നത്. അച്ഛനല്ല കൊന്നേന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും തീർന്നില്ലേ ജീവിതം? അപ്പം അതുകൊണ്ട് സ്നേഹത്തോടുകൂടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഏറ്റവും എളിമയോടുകൂടെ പറയാം, അനാവശ്യമായിട്ട് ചില വിധി പ്രസ്താവനകൾ നടത്തല്ലേ. ചിലപ്പോഴൊക്കെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ചെറിയ തെറ്റ് പോലും ചെയ്യാത്തവരെ കുറിച്ചൊക്കെ ഇങ്ങനെ നോട്ടീസ് അടിച്ച് അത് മുഴുവൻ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ കൺമുമ്പിൽ കഴിഞ്ഞ ദിവസം കണ്ടതാ. ആ ചെയ്തിട്ടുള്ളത് അയാളല്ലാന്ന് അയാൾക്കും അറിയാം, ഈ നോട്ടീസ് അടിക്കുന്ന ആൾക്കാർക്കും ഒക്കെ അറിയാം. എന്നിട്ടും എന്തിനാ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ? അതോടുകൂടിയിട്ട് അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള മനസ്സല്ലേ നശിപ്പിക്കണേ. അപ്പം അതുകൊണ്ട്
ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊന്ന് തീരുമാനിക്കാനുള്ളത്, ഞാൻ കാരണം ഒരാളെയും വിധി പ്രസ്താവിക്കില്ല. ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിധിയും ഞാൻ ഇനി മുതൽ പ്രസ്താവിക്കില്ല എന്നൊന്ന് തീരുമാനിക്കാൻ പറ്റുമോ? നമ്മൾ അറിയാത്ത എന്തൊക്കെയോ കാരണങ്ങളൊക്കെ ഉണ്ടാവുന്നേ, അങ്ങനെയൊക്കെ ആവുന്നതിൻ്റെ പിന്നിലെന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിധിക്കെതിരെയുള്ള നമ്മുടെ ന്യായം. അങ്ങനെ വിധിക്കാതിരിക്കുമ്പോഴാണ് കർത്താവ് പറയണത്, നിന്റെ ദുരിതം ഞാൻ എടുത്തു മാറ്റും. വിധിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണം? നീ അവനെ നശിപ്പിക്കുന്നത് പോലെ തന്നെ നിന്റെ ജീവിതത്തെ നശിക്കപ്പെടും, അല്ലെങ്കിൽ നിന്റെ ജീവിതം നശിച്ചു പോകും എന്നുള്ളത് തീരുമാനത്തിലേക്ക് എത്തുക. ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വിധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണതിനെ കുറിച്ച് മദർ തെരേസയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് പറയണേ. മദർ തെരേസയുടെ ഒരു ക്ലാസിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഇങ്ങനെയാണ്: ഇഫ് യു ജഡ്ജ് എ പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം. ഒരാളെ സ്നേഹിക്കാനുള്ള സമയമാണ് നീ വിധിക്കുന്നതോടുകൂടിയിട്ട്. ചില സൗഹൃദങ്ങളിലൊക്കെ വരുന്ന വലിയൊരു പാളിച്ച എങ്ങനെയല്ല, നീ എന്നെ സ്നേഹിക്കണില്ല, അതിങ്ങനെയാ ഇങ്ങനെയാ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് സൗഹൃദത്തിൻ്റെ നിറവ് സൂക്ഷിക്കാൻ നമുക്ക് പറ്റാണ്ട് പോവാ. നമ്മൾ സ്നേഹിച്ചതിനേക്കാൾ അധികം സമയം നമ്മൾ എന്ത് ചെയ്തു? വിധിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു വാട്സപ്പ് പോസ്റ്റ് വന്നത് ഓർക്കാം. എല്ലാം തീർന്നു കഴിഞ്ഞേ, സൗഹൃദമൊക്കെ തീർന്നു കഴിയുമ്പോഴാണ് അവസാനം ഒരു വാട്സപ്പ് പോസ്റ്റിൽ സുഹൃത്ത് ഇങ്ങനെ അയച്ചു തരണേ, എടാ നമ്മൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ വിധിക്കല്ലേ, നമ്മൾ സ്നേഹിക്കാനുള്ള സമയമല്ലേ നശിപ്പിച്ച് കളഞ്ഞേ. അപ്പോൾ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. മദർ തെരേസ അതുകൊണ്ടാണ് പറയണത്, മദർ തെരേസയുടെ ജീവിതത്തിൽ ആരും വിധിക്കണില്ലല്ലോ. മദർ തെരേസേനെ ഇങ്ങനെ കുറേ പേര് കുറ്റം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൽക്കട്ടയിലൊക്കെ വെച്ചിട്ട്. മദർ തെരേസ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ മദർ തെരേസ ഒരിക്കലും അതിനെ എതിർത്ത് പറയാനോ അല്ലെങ്കിൽ അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഒന്നും മദർ ചെയ്തിട്ടില്ല. ഇപ്പം എന്തേ മദർ അങ്ങനെ ചെയ്യാതിരുന്നേ ചോദിച്ചു കഴിയുമ്പോൾ മദർ എഴുതി വെച്ചിരിക്കുന്ന വാചകമാണ്: ഇഫ് യു ജഡ്ജ് ദ പീപ്പിൾ, അതായത് എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചവരെ കുറിച്ച് ഞാനൊരു വിധി പ്രസ്താവിച്ചാൽ, ഇഫ് യു ജഡ്ജ്, ഞാൻ അല്ലെങ്കിൽ നീ ഒരു വിധി പ്രസ്താവന നടത്തിയ, യു ഹാവ് നോ ടൈം അല്ലെങ്കിൽ ഐ ഹാവ് നോ ടൈം ടു ലവ് ദം, എനിക്ക് അവനെ സ്നേഹിക്കാനുള്ള സമയം കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് പോവാം. സത്യമല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? വിധി പ്രസ്താവനകൾ ഒത്തിരി ഉണ്ട്. സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കാനുള്ള സമയമല്ലേ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മദർ തെരേസ തന്നെ പിന്നെയും പറയണ്ടേ, എന്തിൻ്റെ സ്കേഴ്സിറ്റി ഉള്ളത്? സ്നേഹത്തിൻ്റെ സ്കേഴ്സിറ്റി ഉള്ളത്. ബാക്കിയെല്ലാം സമൃദ്ധിയാണ്. ആ ആദിമാതാപിതാക്കൾക്ക് പറ്റിയ പരിക്കെന്താ? അവർക്ക് പരസ്പരം സ്നേഹിച്ചിരുന്നെങ്കിൽ എത്ര നല്ല സ്ഥലമായിരുന്നു അത്. ഞാനൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരിങ്ങനെ പതുക്കെ ഈ വിധി പ്രസ്താവനകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സ്നേഹിച്ച് ഇങ്ങനെ നിറഞ്ഞു നിന്നെങ്കിൽ നമുക്കിപ്പോൾ പർദീസിലൊക്കെ നിൽക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ചാനലിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ മുമ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എത്ര ഹാപ്പി ആയിട്ടുള്ള മൂമെൻ്റ് ആയിട്ട് നമ്മുടെ ജീവിതം മാറിയേനെ. പർദീസിൽ ഇങ്ങനെ പറഞ്ഞാൽ ആഘോഷിക്കായിരുന്നു നമുക്ക്. ഈ ആഘോഷം മുഴുവൻ നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയണത് ഈ ആദിമാതാപിതാക്കൾ സ്നേഹിച്ചില്ല എന്നുള്ളതാണ്. അവർ സ്നേഹിച്ചില്ല, അവർ പരസ്പരം വിധി പ്രസ്താവന നടത്തുക. വിധി പ്രസ്താവന നടത്തുന്നത് എങ്ങനെയാ? നീയാണോ ഇതെടുത്തത്? ഈ നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് ഫലം നീയാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അവൻ പറഞ്ഞ, ഞാനല്ല അവളാ. ആദ്യത്തെ വിധി പ്രസ്താവനയാണത്. ദ ഫസ്റ്റ് ജഡ്ജ്മെന്റ് നടത്തുക ഞാനല്ല അവളാ. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതേ ഞാനല്ല, സർപ്പമാണ്. സർപ്പത്തിനെതിരെ വിധി പ്രസ്താവന നടത്തുക. ആകെ ഒരു വിധി പ്രസ്താവനയിലൂടെ സ്നേഹത്തിൻ്റെ അടരുകൾ എടുത്തു കളഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ സ്നേഹം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ട സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാത്ത ഒരു മേഖലയിലേക്കൊക്കെ പോകാൻ ഇനി സമയമില്ലല്ലോ. 100 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ 36,000 ദിവസം, 7 ലക്ഷം മണിക്കൂർ, ഏതാണ്ട് ഒരു 12,000 മണിക്കൂർ തീർന്ന് ബാക്കി ഒരു കുറച്ച് മാത്രം മണിക്കൂറുകളും കുറച്ച് മാത്രം ദിവസമൊക്കെ ബാക്കിയുള്ളവരെ 12,000 ദിവസമൊക്കെയാണ് നമ്മളിനി ജീവിക്കുന്നത്. പകുതി പേര് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ജീവിക്കുള്ളൂ. ഞാനടക്കമുള്ള ഒരു 12,000 ദിവസത്തിന് മേലെ കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നമുക്കൊരു ബോധ്യമില്ല. എല്ലാ ദിവസവും കുറച്ചും കൂടിയൊക്കെ ഒന്ന് സ്നേഹത്തിൻ്റെ ഒരു പുഴ നമുക്ക് ഒഴുക്കി തുടങ്ങണം. പറയേ സാരില്ല, നീ തെറ്റൊക്കെ പറ്റും. തെറ്റ് പറ്റാത്ത ആരാളുള്ള ലോകത്ത്? എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ തെറ്റ് പറ്റണവരല്ലേ? ആർക്കാ? നമ്മളൊക്കെ സാധാരണ ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ടാണ് പറയണത് എറർ ഈസ് ഹ്യൂമൻ ബട്ട് ഫോർഗിവ്നെസ് ഈസ് ഡിവൈൻ. അതാണ് സംഭവം. എററൊക്കെ സ്വാഭാവിക. ഫൈനൈറ്റ് ബീയിങ് ആണോ? തത്വശാസ്ത്രത്തിലൊക്കെ പറയണ പോലെ ഫൈനൈറ്റ് ബീയിങ് ഇത്രയേ ഉള്ളൂ. ഫൈനൈറ്റ് ബീയിങ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ കുറവുകളുള്ളവർ, അപര്യാപ്തതകളുള്ളത്. ആ കുറവുകളിൽ നിന്ന് ഞാൻ എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ സുഹൃത്തിനെ, എൻ്റെ ആയിരിക്കുന്ന മേഖലയിലുള്ളവരെയൊക്കെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ അതൊക്കെ ഈ വിധി പറയണ അവസ്ഥകളൊക്കെ നിർത്തും. നമ്മൾ ആരെങ്കിലും കുഞ്ഞുങ്ങളെ വിധിക്കാറുണ്ടോ? പാൽപുഞ്ചിരിയുള്ള അവരുടെ കുഞ്ഞുമാവകൾ നോക്കിയിട്ട് നമ്മളൊരു വിധി പ്രസ്താവന നടത്താറില്ലല്ലോ. കാരണം നമുക്ക് അവരുടെ സ്നേഹമാണ്, ആഴമായ സ്നേഹമാണ്. അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വിചാരം. വിധിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് നിനക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ എല്ലാത്തിനെയും കുറിച്ച് വിധി പറഞ്ഞുകൊണ്ടിരിക്കും.
എൻ്റെ മൂന്നാമത്തെ കാര്യം കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വിധിക്കുന്നവരൊക്കെ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നവരല്ല. കാരണം എന്താ? വിധിക്കാനുള്ള ഏക അവകാശി എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആ ദൈവത്തിൻ്റെ പവർ എടുത്ത് ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നീ ദൈവമാണോ? നിന്നെ സൃഷ്ടിച്ചതാണ് ദൈവം. നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവം നിനക്ക് നന്മയ്ക്കായിട്ടെല്ലാം പരിണമിപ്പിക്കുന്നതാണ്. അങ്ങനെ ദൈവം എല്ലാതും നന്മയാണെന്ന് പറഞ്ഞതും എല്ലാം നല്ലതാന്ന് പറഞ്ഞ് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മകനും മകളുമായ നീ ഒരാളെ വിധിച്ച് അവനെ നീ നശിപ്പിച്ച് കളയുമ്പോൾ നീ ചെയ്യുന്നത് എന്താ? ദൈവത്തിൻ്റെ അധികാരമാണ് നീ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ അധികാരം ഏറ്റെടുക്കാനുള്ള അവകാശം നമുക്ക് ആരാ തന്നിട്ടുള്ളത്? ആരും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുക, നമ്മളൊരാളെ വിധിക്കാൻ പോകുമ്പോൾ ഇതിനുള്ള അവകാശം എനിക്കില്ല. ദൈവം പറയണത് വിധിക്കല്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ? വിധിക്കല്ലേ എന്ന് പറഞ്ഞില്ലേ? ഫരിസേയരും നിയമജ്ഞരൊക്കെ വിധിക്കുക. ആ പാപിനിയായ സ്ത്രീയുടെ സംഭവം കൂടെ പറഞ്ഞ് വിചാരം അവസാനിപ്പിക്കുക. പാപിനിയായ സ്ത്രീയുടെ പ്രത്യേകത, പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ പോണവരുടെ അടുത്ത് ദൈവം പറയണത് എന്താ? വിധിക്കലെന്ന് പറയണേ. നിങ്ങൾ പാപം ചെയ്യാത്തവരാരാ ഉള്ളത്? അവരെറിഞ്ഞോ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താ? ഫിലോസഫി സ്പിരിച്വാലിറ്റി എന്താ, അല്ലെങ്കിൽ ഫിലോസഫി തിയോളജി എന്താ? ഒറ്റ കാര്യമുള്ളൂ. ആ കാര്യം എന്ന് പറയണത് വിധിക്കാനുള്ള അധികാരം ദൈവത്തിനാണ്. ഈശോ ഇങ്ങനെ ഒരു വേറെ ഫോർമാറ്റിൽ അവരോട് പറയാം. എന്നിട്ട് ഈശോ പോലും വിധിക്കണില്ല. അതായത് ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ പോലും അവളെ വിധിച്ചില്ല. പറയണ വചനം എങ്ങനെയല്ലേ? ഞാനും നിന്നെ വിധിക്കണില്ല, പക്ഷെ മേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവളെ വിടുക. കാരണം എന്താ? ഈശോയ്ക്കറിയാം വിധിക്കണത് പിതാവിൻ്റെ ദൗത്യമാണ്. പിതാവിൻ്റെ ദൗത്യം. ഒരു സ്ഥലത്തും ഈശോ ഇങ്ങനെ ഒരാളെ വിധിച്ചു, രണ്ടുപേരെ കൊണ്ടുവന്ന് വിധിക്കണം, കൊണ്ടുവന്ന് ചോദിക്കണില്ലേ? ഇതിൽ കാണുന്നത് ആരുടെയാ? സീസറിനാണോ? വേണമെങ്കിൽ ഈശോയ്ക്ക് അപ്പോൾ ഒരു കാര്യം കൊടുക്കായിരുന്നു. നെവർ. അവൻ പറയണത് എന്താ? സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. ഒക്കെ അങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുക. ഇത് നമ്മളിങ്ങനെ വിധിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ കഥകളൊക്കെ ഇറക്കി ഓരോരുത്തരെ കുറിച്ചൊക്കെയുള്ള കെട്ടുകഥകളും ഫാസിനേറ്റഡ് സ്റ്റോറീസും ഒക്കെ ഇങ്ങനെ നിറച്ചും പരത്തിയും ഇങ്ങനെ എഴുതിയും കവിതകളൊക്കെ ആക്കിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ ഒരു തിരുവചനത്തിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. കർത്താവ് എൻ്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, വിധിച്ചാൽ നിനക്ക് ദുരിതമാണ്. വിധിച്ചാൽ നിനക്ക് ദുരിതം എന്ന് മാത്രമല്ല, ഈ ഒരു ഭാഗമൊക്കെ മത്തായിയുടെ സുവിശേഷം 23:13 തൊട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ വലിയ സെൻറ്റൻസാണ്. 36 വരെയുള്ള 13 മുതൽ 36 വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: വിധിക്കരുത്, വിധിക്കരുത്, വിധിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിധിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്കത് നിർത്താം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.